ശ്രീലക്ഷ്മി സുഹൃത്തുമായി സംസാരിക്കുന്ന ഓഡിയോയാണ് പോലീസ് സമർപ്പിച്ചത്. നടിയെ ആക്രമിച്ച ദിവസം സുനി ആലുവയിൽ നിന്ന് വിളിച്ചു. നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നും എന്താണെന്ന് ചോദിക്കരുതെന്ന് സുനിൽ പറഞ്ഞുവെന്നും ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. എന്നെയും കൂടി വിളിച്ചു. ആലുവയിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ നമ്മൾ കേൾക്കുന്ന പേരാണ് മാഡം. തീർച്ചയായിട്ടും ആ മാഡം ശ്രീലക്ഷ്മിയാണെന്നും അവർ ഒരു സുഹൃത്തുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ അവസാനമായി കേട്ടത്. തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെയാണ്. അതിൽ പൾസർ സുനി ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ലേഡി സുഹൃത്തിനോട് പറയുന്നത്, ഞാനൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ആ കൊടും ക്രിമിനലായ വൃത്തികെട്ടവൻ അവസാനമായി ആ സ്ത്രീയോട് പറഞ്ഞത് എന്നാണ്. ഇവർ തമ്മിൽ അഗാധമായ അടുപ്പമുണ്ട് എന്നും ഒരുപാട് തവണ ഇവരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നും അതിനെക്കുറിച്ച് പോലീസ് നിഷ്പക്ഷത പാലിക്കുകയാണ്, ഒരക്ഷരം മിണ്ടിയില്ല എന്നും, എന്തുകൊണ്ട് ഇവരെ സാക്ഷിയാക്കുക പോലും ചെയ്തില്ല, എന്തുകൊണ്ട് അവരുടെ ഫോൺ ട്രേസ് ചെയ്തില്ല, എന്തുകൊണ്ട് അവരുടെ ഫോണിൻ്റെ റെക്കോർഡുകൾ എടുത്തില്ല എന്നൊക്കെ കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുമായി അന്വേഷണമൊന്നും പോലീസ് നടത്തിയിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് വിധിന്യായത്തിൽ കോടതി എഴുതി ചേർത്തത്. ഒരുപക്ഷെ വാദം ഉന്നയിക്കുന്ന സമയത്ത്, ട്രയൽ എടുക്കുന്ന സമയത്ത് ജഡ്ജി പോലീസിനോട് അല്ലെങ്കിൽ പ്രോസിക്യൂഷനോട് ചോദിച്ചോ, ഈ കാര്യങ്ങൾ ഞാൻ പോയി അന്വേഷിച്ചിട്ട് തിരിച്ചു വരണോ എന്നിവരെ ചോദിച്ച ഒരു കേസാണിത് എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളിതൊന്നും കേട്ട് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഈ കോടതി വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പേ നമ്മുടെ കുറ്റാരോപിതനായ ദിലീപ് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ജഡ്ജി എണീറ്റ് നിന്ന് നമസ്കാരം പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൂടുതലൊന്നും നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതിൽ എവിടെ നിന്നൊക്കെ ഗൂഢാലോചന വന്നു എന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ, അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വിധിന്യായത്തിലും അത്തരം ഒരു ഇടപെടൽ നടന്നോ, അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു ഇടപെടൽ ഉണ്ടായോ? ഇനി അതുമല്ല, ഈ മാഡം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സൂത്രധാരൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കഥയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടാണ് അദ്ദേഹം ഇത്തരം ഒരു ക്രൂരകൃത്യത്തിന് പ്ലാൻ ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. നമുക്കിതുമായി ബന്ധപ്പെട്ട ആദ്യമായിട്ട് വാർത്തയൊന്ന് കാണാം. കൊട്ടേഷൻ സമയത്ത് അല്ലെങ്കിൽ കൃത്യം നടക്കുന്ന സമയത്ത് ഈ ഒന്നാം പ്രതിയായിരുന്ന പൾസർ സുനി ഇത് തനിക്ക് കൊട്ടേഷൻ നൽകിയ ഒരു സ്ത്രീയാണ് എന്ന് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് പറയുന്നുണ്ട്. പക്ഷേ പോലീസ് ഒരു ഘട്ടത്തിലും ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത്. അതായത് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ 1 മുതൽ 7 വരെ പ്രതികൾ, അതായത് കൃത്യത്തിൽ പങ്കെടുത്ത 6 പേര്, ഒപ്പം തന്നെ അവരെ ഹാർബർ ചെയ്ത ഒരാൾ അടക്കം 7 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പക്ഷേ ആ കുറ്റപത്രത്തിലെങ്ങും ഈ പൾസർ സുനി പറഞ്ഞ മാഡം അല്ലെങ്കിൽ പൾസർ സുനി പറഞ്ഞ സ്ത്രീ ആരെന്ന കാര്യത്തിൽ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം ഇതേക്കുറിച്ച് നിശബ്ദത പാലിച്ചു. കൃത്യത്തിൽ, അതായത് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതായിരുന്നു. മാത്രവുമല്ല, കോടതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവത്തിന് തൊട്ടു മുമ്പ്, അതായത് കൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ വാഹനത്തിൽ സുനി സഞ്ചരിക്കുമ്പോൾ സുനി ഒരു സ്ത്രീയുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ആ സ്ത്രീയുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. അതാരാണ് എന്നുള്ള കാര്യത്തിലൂടെ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ശ്രീലക്ഷ്മി എന്ന വ്യക്തി ഒരു സാക്ഷി പോലും ആക്കിയിട്ടില്ല എന്നുള്ളതാണ്. കോൾ ഡീറ്റെയിൽസോ അവരുടെ കോൾ ഡാറ്റ റെക്കോർഡുകളെ കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അന്വേഷണ സംഘം വളരെ വേഗമായി അത് വലിയ കാര്യമൊന്നുമില്ലാത്ത സംഭവമാണ്, അത് സുനിലുമായി അടുപ്പമുണ്ടായിരുന്ന സ്ത്രീയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്യാനുണ്ടായത് എന്നാണ് പറഞ്ഞത്. കോടതി ചോദിക്കുന്ന ഒരു സംശയം, സുനിലുമായി അടുപ്പമുണ്ട സ്ത്രീയാണെങ്കിൽ ഈ കൃത്യം നടക്കുന്ന സമയത്ത് അവരുമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത പോലും പോലീസിനില്ലായിരുന്നോ എന്നൊരു കാര്യമാണ് കോടതി പറയുന്നത്. അപ്പോൾ ഈ വാർത്തയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ആ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രമാണ് അവസാനമായി പൾസർ സുനിയുടെ ഫോണിലേക്ക് വിളിച്ചത് എന്നും അതിൻ്റെ 10 മിനിറ്റ് മുമ്പേയും അവരുമായി സംസാരിച്ചിട്ടുണ്ട് എന്നും അവരുമായി അവസാനം പറഞ്ഞ വാക്കുകളാണ് ഞാൻ വീഡിയോയിൽ ആദ്യം തന്നെ കൂട്ടിച്ചേർത്തത്. ഞാൻ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ ചെയ്ത ക്രൂരകൃത്യം എന്ന് പറയുന്നത് ആ നടി അവസാനമായിട്ട് പറയുകയാണ്, എത്ര പണമാണോ അവർ ഓഫർ ചെയ്തത് ആ പണം ഞാൻ നിങ്ങൾക്ക് തരാം, എന്നെ ഒന്ന് വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ആ ഒരു ക്രൂരകൃത്യത്തിന് അവർ മുതിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ എത്രമാത്രം ദയവാക്കിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും പൾസർ സുനി എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ തീർച്ചയായിട്ടും ഈ നടിയുമായിട്ട് യാതൊരു വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ അവരുമായുള്ള പ്രണയ നൈരാശ്യമോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഒരു താല്പര്യവുമില്ലാതെ എന്തിന് അദ്ദേഹം ഇത് ചെയ്തു എന്ന് തീർച്ചയായിട്ടും കോടതി
ആ വിധിന്യായത്തിൽ പറയേണ്ടതായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശമെന്ന്. തീർച്ചയായിട്ടും പൾസർ സുനി ഇത് പണത്തിനാണ് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കോടതി ഇപ്പോൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട സ്ത്രീയുമായിട്ട് അന്വേഷിച്ചിട്ടില്ല, അവരുമായിട്ടുള്ള കോൾ റെക്കോർഡുകൾ എടുത്തിട്ടില്ല, അവരുമായിട്ട് ഒന്നും വരെ ചെയ്തിട്ടില്ല, പോലീസ് അതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ പറയുന്നത് പച്ചക്കള്ളമാണ്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആളുടെ ഭർത്താവ് ഇപ്പോൾ രംഗത്ത് വന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. എന്നിട്ടും ശ്രീലക്ഷ്മി എന്തുകൊണ്ട് ഈ കേസിൽ സാക്ഷിയാക്കിയില്ല എന്ന് പോലും കോടതി ചോദിച്ചു. എനിക്കൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണ്. ഞാൻ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി പുറത്തേക്ക് വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പോലീസ് അന്ന് അന്വേഷിച്ചിരുന്നു എന്നാണ്, അല്ലേ? അതെ, ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നമുക്കറിയാവുന്ന വിവരങ്ങളും ഫോണും അതിൻ്റെ സിം കാർഡ് ഉൾപ്പെടെ ആദ്യമേ തന്നെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് റോളൊന്നും ഇല്ലയെന്ന് അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളെ പിന്നെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തത്. എന്നിട്ടും നമ്മൾ 2-3 പ്രാവശ്യം വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുമുണ്ട്. ഇതിനകത്ത് എന്താ പൾസർ സുനി എങ്ങനെയായിരുന്നു പരിചയം? ഇത് പരിചയം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പുള്ളി പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പുള്ളിക്കാരി ക്യൂരിയോസിറ്റിയുടെ പുറത്ത് 2-3 പ്രാവശ്യം വിളിച്ചു. അങ്ങനെയൊക്കെ ആയതാണ്. അന്ന് രാത്രിയിലും അവർ ഏകദേശം രാത്രി സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കറിയായിരുന്നു. ആളെ പറ്റി നമുക്ക് ഒരുപാട് ധാരണയൊന്നും ഇല്ല. ആള് അവിടെ ബസ്സിൽ കണ്ട് പരിചയമുണ്ട്, ഇത്രയേ ഉള്ളൂ. ഫോൺ എത്ര ദിവസം പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു നിങ്ങളുടെ? ഫോൺ നമ്മൾ തിരിച്ചു മേടിച്ചിട്ടേ ഇല്ല. ഇപ്പം നിലവിൽ കോടതി അങ്ങനെ ഒരു പേരുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല എന്നതാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളെ നിരന്തരം വിളിക്കുകയായിരുന്നു, പക്ഷേ ആ സമയത്ത് പോലും വിളിച്ചിരുന്നു. അതിൽ കാര്യമായിട്ടൊരു അന്വേഷണം പോലീസ് നടത്തിയതിൻ്റെ ഒരു രേഖകളൊന്നും കോടതിയിൽ കൊടുത്തിട്ടില്ല. ഇനി അന്വേഷണം നടത്തിയിട്ടില്ല, അതാണ് കോടതി പറഞ്ഞത്. നമുക്കതിനകത്ത് ഒരു റോളും ഇല്ലാന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം. കാരണം നമ്മൾ ഫോണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫോണ് എല്ലാം അവരുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ വന്നത്. എല്ലാ വിധത്തിലുള്ള അന്വേഷണവുമായിട്ട് അന്ന് തന്നെ സഹകരിച്ചു എന്നാണ് ശ്രീലക്ഷ്മിയുടെ കുടുംബം പറയുന്നത്. അന്ന് തന്നെ പോലീസ് ഫോൺ അടക്കം പിടിച്ചെടുത്തിരുന്നു. ആ ഫോൺ ഇപ്പോഴും തിരിച്ചു കൊടുത്തിട്ടും ഇല്ല. അപ്പോൾ അവരുടെ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. പോലീസ് പിടിച്ചെടുത്ത ഫോൺ ഇതുവരെ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല. തൊണ്ടി മുതൽ ഇപ്പോഴും പോലീസിന്റെ കയ്യിലാണ്. ആദ്യം അവരുടെ മെമ്മറി കാർഡാണ് പിടിച്ചെടുത്തത്. അതിനുശേഷം ഫോൺ ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ വരെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി. അതുമായി ബന്ധപ്പെട്ട ഈ എല്ലാ കാര്യങ്ങളും തൊണ്ടി മുതലടക്കം പോലീസിൻ്റെ കയ്യിലുണ്ട്. അവർ എല്ലാം അന്വേഷിച്ചതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീക്ക് കാര്യമായ ഒരു പങ്കും ഇതിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രത്തെ കേസിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്നാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് കേട്ട് കാണും. പിന്നെ എവിടെ നിന്നാണ് ഈ ഗൂഢാലോചനയുടെ തുടക്കമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ മേഡം എന്നൊക്കെ പറയുന്നത് ഒരു കെട്ടുകഥയാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ പോലീസിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു കഥയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ചാനലിൽ വന്ന ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്ന മേഡം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ത്രീലിംഗമാണ്, അതൊരു സ്ത്രീയാണ്, അതൊരു പുരുഷനല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണവും പോലീസ് നടത്തിയതാണ്. പക്ഷേ എന്തുകൊണ്ട് ആ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി പോലീസ് മറന്നുപോയതാണോ, അല്ലെങ്കിൽ മനഃപൂർവ്വം അത് മുക്കിയതാണോ, ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ മേഡവും ഈ മേഡത്തിൻ്റെ ഹസ്ബൻഡും ചേർന്ന് തന്നെയാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ആ വാർത്ത ഒന്നുകൂടി കാണാം. അക്രമം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ പൾസർ സുനിയുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് നടിയോട് പൾസർ സുനി മാഡം നൽകിയ കൊട്ടേഷൻ ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മാഡം എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗമാണ്. അതെ, സ്ത്രീലിംഗമാണ്. ഇതൊരിക്കലും മാഡം എന്ന് പറയുമ്പോൾ അത് പുരുഷനായി അല്ല അഭിസംബോധന ചെയ്യാൻ സാധിക്കില്ല. സോ അതൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീ വിളിച്ചിട്ടുമുണ്ട്. ആ സ്ത്രീയുടെ പേര് ശ്രീലക്ഷ്മി ആണെന്നും പറയുന്നുണ്ട്. എങ്കിൽ ശ്രീലക്ഷ്മി ആരാണ് എന്നുള്ള ചോദ്യത്തിന് പ്രോസിക്യൂഷൻ വേഗമായിട്ടുള്ള ഒരു മറുപടി നൽകിയെന്ന് വിധിന്യായത്തിൽ ജഡ്ജ് ഹണി എം വർഗീസ് പറയുന്നുണ്ട്. അതിൽ പ്രോസിക്യൂഷൻ തനിക്ക് നൽകിയ മറുപടി അത് പൾസർ സുനിയുടെ സുഹൃത്താണ്. ആ സുഹൃത്ത് വിളിച്ചതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു എന്നാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുറ്റപത്രത്തിലാണല്ലോ ദിലീപിന്റെ കാര്യം പറയുന്നത്. ദിലീപ് വരാനുള്ള കാര്യമായി പറയുന്നത് പൾസർ സുനി ആദ്യഘട്ടത്തിൽ പറഞ്ഞ മൊഴി മാറ്റുകയും രണ്ടാം ഘട്ടത്തിൽ
ദിലീപിനോട് പണം ചോദിച്ച് കത്തയക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോഴാണല്ലോ ദിലീപ് പ്രതിയായത്. ആ കത്തയച്ച സാഹചര്യത്തിൽ പോലും നിങ്ങൾ എന്തുകൊണ്ട് മാഡത്തെ കുറിച്ച് അന്വേഷിക്കുന്നില്ല? നിലവിൽ നിങ്ങൾക്ക് മാഡത്തെ സാക്ഷിയെങ്കിലും ആക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പോലും നിങ്ങൾക്ക് ഉത്തരവില്ല. അതെന്താണ് കോടതി ചോദിക്കുന്നുണ്ട്. ദീർഘമായിട്ടുള്ള അതിനു മുമ്പുള്ള കുറേ ദിവസങ്ങളിൽ ഈ സ്ത്രീയും ഈ പറയുന്ന പൾസസുനിയും തമ്മിൽ ഈ പറയുന്ന ഫോൺ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. കോടതി രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഭാഗത്തേക്ക് അന്വേഷിക്കാൻ പോയില്ല? ആ സ്ത്രീയുടെ പങ്കാളിത്തം എന്തെങ്കിലും ഉണ്ടോ എന്നെങ്കിലും പരിശോധിക്കണം എന്ന കാര്യം കോടതി ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞാൻ എഴുന്നേറ്റ് പോയി അന്വേഷിക്കണോ എന്നൊരു ഘട്ടത്തിൽ കോടതി ചോദിച്ചിട്ടുണ്ട്. രൂക്ഷമായ ഭാഷയിൽ അത് വിസ്താരത്തിനിടയിലാണ്, വിധിന്യായത്തിലുള്ള കാര്യമല്ല ഞാൻ വിസ്താരത്തിനിടയിൽ കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ച പ്രോസിക്യൂഷനെ വല്ലാണ്ട് അപമാനിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഈ സ്ത്രീയെ പോയി അന്വേഷിച്ചിട്ട് തിരിച്ചു വരാമെന്ന് കോടതി. അത് നടക്കില്ലല്ലോ. പ്രോസിക്യൂഷനോട് കോടതി പറഞ്ഞ കാര്യമാണ് ഈ സ്ത്രീയെ പറ്റി ഞാൻ പോയി അന്വേഷിക്കുകയാണ്. അത് വേണോന്ന് ചോദിച്ചു കോടതി. ഇതൊക്കെയാണ് അവരെ ചൊടിപ്പിച്ച കാര്യങ്ങൾ. അത് അവരെ ഇൻസൾട്ട് ചെയ്തതിന് തുല്യമാണ്. അവരെ ഇൻസൾട്ട് ചെയ്തു പറയുന്നതിന് കാരണം കുറേയുണ്ട്. ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ കോടതി കയറി ചോദിച്ചു. കോടതി അങ്ങോട്ട് ചോദിച്ചു. ഞാൻ രാവിലെ എണ്ണീറ്റ് അവിടെ പോയി അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള ശ്രീലക്ഷ്മി ആരാണെന്ന് ഇന്നും വ്യക്തമാണ്. അത് അപ്പീൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീലക്ഷ്മിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. ഇതാണ് ശ്രീലക്ഷ്മിയുടെ ഈ കാര്യത്തിലുള്ള പങ്കായിട്ട് കോടതി പറയുന്ന കാര്യം. കോടതിക്ക് അതിന് ഉത്തരം കിട്ടിയില്ല. സോ മാഡം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളെക്കുറിച്ച് ഉത്തരമില്ലാത്തതിനാൽ കേസിന്റെ ബലം അവിടെ നഷ്ടപ്പെട്ടു എന്ന് ഒരു കാര്യം അന്വേഷിക്കാത്തതോടുകൂടി തന്നെ ഈ കേസിന് ഒരു വാല്യൂ ഇല്ലാതെ പോയി. കാരണം മുന്നോട്ട് എവിടെ വെച്ചാണോ തുടങ്ങേണ്ടത് അവിടെ വെച്ച് തന്നെ ഈ കേസ് അവസാനിപ്പിച്ച പോലെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ഈ മാഡവും ഈ മാഡത്തിൻ്റെ ഹസ്ബൻഡും ഒന്നും ഈ കേസിൽ പ്രതിയാവാതെ അവരുടെ സംശയത്തിൻ്റെ ഒരു ആനുകൂല്യത്തിൽ അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തിൽ അവരെ ഇപ്പോൾ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതിയിൽ നിന്ന് വിധി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഇത് ജഡ്ജിയെ വിമർശിക്കാൻ വേണ്ടി പാടില്ല എന്നും അവരുടെ വിധിന്യായത്തെ വിമർശിക്കാൻ വേണ്ടി പാടില്ല എന്ന് കോടതി ഇപ്പോൾ പരോക്ഷമായിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു പരോക്ഷമായ ഒരു വിമർശനത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എന്നാലും സാധാരണ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പൾസർ സുനി എന്ന് പറയുന്ന മനുഷ്യന് ഈ നടിയുമായിട്ട് യാതൊരുവിധ മുൻകൂർ വൈരാഗ്യമോ അല്ലെങ്കിൽ പ്രണയ നൈരാശ്യമോ സ്നേഹമോ ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഈ സ്ത്രീയെ ആക്രമിച്ചുകൊണ്ട് അത് വീഡിയോ മണിക്കൂറുകളും പകർത്തി മെമ്മറി കാർഡിലാക്കിയതിന് ശേഷം ഇത് ആർക്ക് കൊടുത്തു, ഈ മെമ്മറി കാർഡ് എവിടെ എത്തി, അതിൻ്റെ ആഷ് വാല്യൂ എത്ര പ്രാവശ്യം മാറി, തീർച്ചയായിട്ടും അതെല്ലാം കോടതി ആ ഫോൺ പോലും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ പോലീസിന് ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് കോടതി പറഞ്ഞത്. ഇദ്ദേഹത്തിന് കാര്യമായ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു തെളിവുകളും ഇതുവരെ പോലീസിന് ശരിക്കും കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്നല്ല, പക്ഷേ തെളിവുകളുടെ അഭാവത്തിലാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത്. തീർച്ചയായിട്ടും മേൽക്കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഈ മാഡത്തിനെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡും ഇതുമായി ബന്ധപ്പെട്ട അശ്വേലി മാറിയ കാര്യങ്ങളും അതുപോലെ തന്നെ രണ്ടാമത് പൾസർ സുനി ജയിലിൽ നിന്ന് കത്ത് എഴുതിയ ദിലീപിന് ബാക്കി പൈസ വേണമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതും അദ്ദേഹത്തിന് പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും സർക്കാർ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക തന്നെ ചെയ്യണം. അതിന് കേരളത്തിലെ എല്ലാവിധ നിഷ്പക്ഷവാദികളുടെയും പിന്തുണ ഉണ്ടാവും എന്ന് മാത്രം അറിയിക്കുകയാണ്. തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.